നമസ്കാരം. മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് ഓരോ കാലഘട്ടത്തെയും ആളുകൾ അടയാളപ്പെടുത്തുന്നത് അവരവരുടെ സംഗീത അഭിരുചിക്കനുസരിച്ചാണ്. ചിലർക്കത് ബാബുക്കയുടെ കാലഘട്ടമാണ്, മറ്റു ചിലർക്ക് ദേവരാജൻ മാഷിൻ്റെ, ഇനി ചിലർക്കത് ഗോൾഡൻ 80s, ഗോൾഡൻ 90s എന്നൊക്കെ വിളിക്കുന്ന ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ് കാലഘട്ടമാണ്. 25 years down the line നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ ഒരു കലാകാരൻ്റെ പേരിൽ സുവർണ്ണ കാലഘട്ടം എന്ന് അടയാളപ്പെടുത്തുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒട്ടേറെ സന്തോഷത്തോടെ M4 TV ലെക്സ് കണക്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു മ്യൂസീഷ്യൻ, ഫ്ലോട്ടിസ്റ്റ്, കമ്പോസർ, പെർഫോമർ വിഷ്ണു വിജയ്. നമസ്കാരം. നമസ്കാരം വിഷ്ണു. ആദ്യം തന്നെ പറയട്ടെ, 2008 മുതൽ വിഷ്ണുവിൻ്റെ ഒരു ജേണി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിലേക്ക് വിഷ്ണുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ കാലഘട്ടം മുതൽ കാണുന്നതാണ് വിഷ്ണുവിനെ. ഇപ്പോൾ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് അവാർഡ്സ് വിൻ ചെയ്തു. കേരള സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്തു ഫോർ ദി ബെസ്റ്റ് കമ്പോസർ. സൗത്ത് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഒട്ടേറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2008 നമ്മുടെ എലിമിനേഷൻ റൗണ്ട് എന്ന് പറയും സ്റ്റാർ സിംഗറിൽ, അന്ന് വായിച്ച ആ ബോംബെ തീം എൻ്റെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട്. കരഞ്ഞുകൊണ്ട് കേട്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വിഷ്ണു, നമുക്ക് വേണ്ടി ആ ബോംബെ തീം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. ബ്യൂട്ടിഫുൾ വിഷ്ണു, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആ ഒരു റിയാലിറ്റി ഷോ വിഷ്ണുവിൻ്റെ സംഗീത ജീവിതത്തിന് എത്രത്തോളം സഹായകമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലേണിങ്സ് എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെ എഫക്റ്റ് ചെയ്തു വിഷ്ണുവിൻ്റെ സംഗീത ജീവിതത്തെ? ആക്ച്വലി അത് ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാലിറ്റി ഷോ ആക്ച്വലി ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നത് ബേസിക്കലി എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഒരു സുഹൃത്തിന് അതിൻ്റെ ഓഡീഷന് പോകേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയതാണ്. കഴിഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൻ അതിന് കിട്ടിയില്ല. പക്ഷെ ഈ പറഞ്ഞ ഓഡീഷൻ ഞാൻ പാസ്സായി. ഞാൻ ഏതാണ്ട് വളരെ കുറച്ച് സമയം, 1 മാസം എങ്ങാണ്ട് ആ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഔട്ടായിരുന്നു. ഞാനൊരു മ്യൂസീഷ്യൻ എന്നുള്ളതിന് ഉപരി ഞാനൊരു സിംഗർ അല്ല ശരിക്കും ഒരിക്കലും. ഞാൻ പാടുന്ന എൻ്റെ വോയിസ് കൾച്ചറോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വോക്കൽസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടോ അങ്ങനൊന്നും ഇല്ല. പക്ഷെ അതിങ്ങനെ ആ സമയത്ത് നടന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല, വേറെ നഷ്ടങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല. അത് ജസ്റ്റ് ഒരു തമാശ കാലഘട്ടം അങ്ങ് നടന്നുപോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വളരെ കുറച്ച് സമയത്ത് ഏതാണ്ട് ഒരു റൗണ്ട് എങ്ങാണ്ട് ഞാൻ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരുപാട് മ്യൂസീഷ്യൻസ്, അതിൻ്റെ അകത്ത് ഓർക്കസ്ട്ര വായിച്ചവരാണെങ്കിൽ തന്നെ അവരൊക്കെ ആയിട്ടൊരു നല്ലൊരു റാപ്പ് ഉണ്ടാകാൻ പറ്റി. കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെ അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ. സെഷൻ മ്യൂസീഷ്യൻ, കമ്പോസർ, സ്റ്റേജ് പെർഫോമർ, അങ്ങനെ ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്ന ഒരാളാണ് വിഷ്ണു. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൽ വിഷ്ണു എന്ന പെർഫോമറെ എങ്ങനെ ബാധിച്ചു? അയ്യോ, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു കുറച്ച് കാലമായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഷോസ് ആയിട്ട് വായിക്കുക, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും,
അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നമ്മുടെ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും റെക്കോർഡിങ്സിന്റെ ഇടയ്ക്ക് പോയിരുന്ന് ഒരുമായിട്ടൊക്കെ ചുമ്മാ അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഇതൊന്നും ചെയ്യാനില്ല, കുറെ എന്താണ് കാര്യം, ഒരു 2-2.5 മാസമായിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല, ഫ്ലൂട്ട് വായിക്കാനില്ല. പിന്നെ കുറച്ച് എന്താണ് ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു 40-45 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ചുമ്മാ വായിച്ചു നോക്കാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ഈ ഒരു ലോക്ക്ഡൌൺ ഒരു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്തായാലും അതിന്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാക്കി വരുമ്പം, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട് ഇപ്പൊ. ഒരുപാട് പേർക്ക് ഇതുപോലെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരുപാട് ഈ മ്യൂസീഷ്യൻസിന് ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ച്വലി ഈ ലോക്ക്ഡൌൺ മാറുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഞാൻ ഇത് പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ഈ ലോക്ക്ഡൗൺ പല മ്യൂസീഷ്യൻസും പല രീതിയിലാണ് എടുക്കുന്നത്. അപ്പം കുറേ പേര് ഇത് കൂടുതൽ ക്രിയേറ്റീവ് ആവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വിഷ്ണുവിടെ തന്നെ കണ്ടിരുന്നു, കെബയുടെ കൂടെ ഒരു കൊളാബറേഷൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് ആക്ച്വലി ഞങ്ങളിങ്ങനെ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ റെക്കോർഡ് ചെയ്തതായിരുന്നു ഇതൊക്കെ. പിന്നെ ഇങ്ങനൊരു സമയമായപ്പോൾ എല്ലാവരും ഫ്രീ ആയപ്പം ഒന്നും കേബടുത്ത് വീഡിയോ ഒന്നും എടുത്ത് അയക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ കൊള്ളാം, ഒന്നും നമ്മൾ കുറെ നാളായിട്ട് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ചെയ്തപ്പോൾ ആ ഒരു കുറച്ച് രസമുണ്ട്. സോ ഞങ്ങൾ എന്തായാലും അതിന്റെ ബാക്കി പരിപാടികൾ ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ്. കുറച്ചും കൂടിയൊക്കെ ചെയ്താലോ എന്നൊക്കെയുള്ള. നന്നായിരിക്കും, ഞങ്ങൾക്ക് സംഗീത ആസ്വാദകർക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. 2008 2016 ശേഷം ഇപ്പം പല ആളുകളും വിഷ്ണുവിനെ പിന്നെ ഒരു ലൈം ലൈറ്റിൽ കാണുന്നത് ഗപ്പി എന്ന മൂവിയോട് കൂടിയാണ്. അപ്പം ഈ 8 വർഷങ്ങളിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ, എന്തായിരുന്നു വിഷ്ണു, എവിടെയായിരുന്നു വിഷ്ണു? ബേസിക്കലി ആ 8 വർഷം ശരിക്കും അല്ല, ഞാൻ ഇതിൻ്റെ ഒരു സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് അതിന് മുന്നേയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കുടമാളൂർ ജനാസാറിൻ്റെ അടുത്താണ് മ്യൂസിക് പഠിച്ചത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു മ്യൂസിഷ്യൻസ് ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് ഈ പറയുന്ന പോലെ എൻ്റെതായ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ചിലപ്പം റെക്കോർഡിക്കലി കാണാൻ പറ്റുന്ന ഈ 2008 സമയം തൊട്ടായിരിക്കാം. ആ സമയം തൊട്ട് ഈ പറയുന്ന 16 വർഷം അല്ല 2016 വരെ 8 വർഷം എന്ന് പറയുന്നത് ഞാൻ 2009-10 കാലഘട്ടത്തിൽ ചെന്നൈക്ക് ഷിഫ്റ്റായി ട്രിവാൻഡ്രത്തുനിന്ന്. അതായത് കുറച്ച് പഠനവും കാര്യങ്ങളും പിന്നെ MA മ്യൂസിക് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് ചെന്നൈക്ക് ഷിഫ്റ്റ് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് പയ്യെ സിനിമകൾക്ക് വായിച്ചു തുടങ്ങി. പിന്നെ എന്താണ് റെക്കോർഡിങ്സ് ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങി, കുറച്ച് ഷോസ് ചെയ്ത് തുടങ്ങി. ഒരുപാട് നല്ല മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അങ്ങനെ ഒരു കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു 8. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സെഷൻ വായിക്കാറുണ്ട്. ഒരുപാട് നമ്മളുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരായ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രതിഭാശാലികളായ അവർക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സൗഹൃദം, ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സർക്കിളിൽ മണിയമ്പിള്ള രാജു, മോഹൻലാൽ, MG ശ്രീകുമാർ ഗ്യാങ്ങിന്ന് ഒരുപാട് നല്ല നല്ല മൂവീസും നല്ല സംഗീതമൊക്കെ നമുക്ക് ലഭിച്ചു. അപ്പോൾ നിങ്ങളുടെ ഇപ്പം ജോൺ, സൂരജ്, വിഷ്ണു, നിങ്ങളുടെ ഒരു കൂട്ടായ്മ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്കൗട്ട് ആയിട്ടുണ്ട് ചെയ്ത 2 മൂവികളിലും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഡൽ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചാണ് സൂരജ്. ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലാണ് ജോൺ പോൾ ജോർജ് അവൻ ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾ. അപ്പം അങ്ങനെ ആ സമയം തൊട്ട് ഈ പറഞ്ഞ ഞങ്ങൾ ചെന്നൈക്ക് പോകുമ്പോൾ തൊട്ട് ഞാനും സൂരജ് ഒരുമിച്ചാണ് ചെന്നൈക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗുരു കുടമാളൂർ ജനാസ് സാർ തന്നെയാണ്, രണ്ടുപേരും പഠിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ
കൺവേ ചെയ്യാൻ, സൂരജിന്റെ അടുത്ത് കൺവേ ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഞങ്ങൾ പഠിച്ച മ്യൂസിക്കും ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മ്യൂസിക്കിന്റെ മദർ ടങ്കും ഒക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. പിന്നെ അതുപോലെ ജോണും അവൻ ചെയ്യുന്ന ജോലിയിൽ അവൻ നല്ല കൃത്യതയുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ എല്ലാവരും അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണലി വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത് നടക്കും. സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ഒരിക്കലും സൂരജിനെ വിളിച്ച് പാടിക്കാനോ അല്ലെങ്കിൽ ജോണിനെ എന്നെ സിനിമ ഏൽപ്പിക്കാനോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു സുഹൃത്ത് ബന്ധം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ നേരത്ത് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനും. സിനിമയെന്നല്ല, ഞങ്ങൾ 3 പേരും കൂടി നമ്മൾ ഇപ്പൊ എപ്പോഴും അങ്ങനെയാണല്ലോ, സുഹൃത്തുക്കൾ ചേർന്ന് എന്ത് കാര്യം ചെയ്താലും അവരെല്ലാവരും അതിൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ഫുൾ അവരുടെ സാധനം ഇട്ട് വർക്ക് ചെയ്യുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രതിഭകളെ ഞങ്ങളുടെ സുഹൃത്തുക്കളാക്കാനും അവരുമായിട്ട് വർക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും. അപ്പം ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളായതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു എന്നുള്ള രീതിയിലല്ല, ആ ഒരു സുഹൃത്ത് ബന്ധം കാരണം ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ അമ്പിളി എന്നുള്ള മൂവി, അതിൽ ഓരോ ഫ്രെയിം കാണുമ്പോൾ എനിക്ക് തോന്നിയത് അതൊന്ന് മ്യൂസിക് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അത് കാണാൻ പറ്റില്ല. ആ മ്യൂസിക് ഇല്ലാതെ അമ്പിളി എന്നുള്ള മൂവി എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം, അല്ലാതെ ജോണിന് എന്താണ് വേണ്ടത് എന്നുള്ളത് വിഷ്ണുവിനറിയാം, വിഷ്ണുവിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ജോണിനറിയാം. അപ്പോൾ ആ രീതിയിൽ അത് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്ന ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത നമ്മളുടെ നല്ല സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ വീക്ക് പോയിന്റ്സ് ആണെങ്കിലും അവർക്ക് മനസ്സിലാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താണ് കോംപ്ലിമെന്റ് ചെയ്ത് അത് ബാലൻസ് ചെയ്ത് പോകാൻ ഫ്രണ്ട്ഷിപ്പും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇവർക്ക്. ഇപ്പോൾ ഒരുപാട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ദ മ്യൂസിക് സർക്കിൾ, മലയാളി ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആരാധികെ കവറുമായിട്ടാണ് വരുന്നത്. അത് ഒരു സിംഗറുടെ കേപ്പബിലിറ്റി കാണിക്കാനുള്ളൊരു പാട്ട് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന സന്തോഷം ചില്ലറൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് ഇപ്പം എന്താണ് നമ്മൾ വർക്ക് ചെയ്തൊരു പാട്ട് അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ഈ അവരുടെ ഒരു മ്യൂസിക്കൽ കേപ്പബിലിറ്റി കാണിക്കുന്നതിനുപരി അവർ എല്ലാവരും ഇതിന്റെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ആഗ്രഹം കൊണ്ട് പാടുന്നതിനാണ്. അത് ആ പാട്ടിനോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നി അവർ പാടുന്നതിനാണ്. ആ പാട്ടിനോട് കാര്യം ഞാനും ആ പാട്ടിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് അങ്ങനെ ഒരു അത് ശരിക്കും അത് അങ്ങനെ തന്നെ അങ്ങ് അതായിട്ട് തന്നെ രൂപം കൊണ്ടാണ്. നമ്മളായിട്ട് കമ്പോസ് ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനോ ഒന്നും നമ്മൾ ആരുമല്ല. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കൂടുതലും വിശ്വസിക്കുന്നത്. എല്ലാവരും അതിന്റെ ഒരുപാട് വേർഷൻസ് പാടി കേൾക്കുന്നതിലും വായിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, പ്ലേജറിസം. ഇപ്പോൾ ഈയിടെ ഞാൻ കണ്ടിരുന്നു, ഫേസ്ബുക്ക് ഫീൽഡിലൊക്കെ കണ്ടിരുന്നു, ഒരു വ്യക്തി അത് എങ്ങനെയത് ചെയ്യുന്നതെന്ന് അറിയില്ല, പാട്ടെടുത്തിട്ട് അഭിനയിച്ച് തകർത്ത്. അറിയാലോ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടെ ഉണ്ട്. അത് ശരിക്കും ഇത് ഇങ്ങനൊരു പരിപാടി ഞാൻ കുറച്ച് മുന്നേ ഞാൻ കണ്ടതാണ്. ഒരു വാലന്റൈൻസ് ഡേ സമയത്തൊക്കെ ഞാൻ കണ്ടതാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് സെഷനും പരിപാടിയൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ഇപ്പൊ പിന്നെയും അത് ഒരു സോ കോൾഡ് വലിയൊരു ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ വന്നപ്പോൾ സമയം ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ആണ്, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പിന്നെ ചുമ്മാ ഒന്ന് കയറി റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. അല്ലാതെ അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ അതുവഴി ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടുന്നതിനോടോ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി. അപ്പൊ ആ ഓർമ്മകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആരാധിക എനിക്ക് വിഷ്ണുവിന്റെ ഫ്ലൂട്ടിൽ നിന്ന് കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്.
താങ്ക് യു വിഷ്ണു, താങ്ക് യു. ഏത് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏത് ഭാഷയിലായാലും ഇപ്പോൾ പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഹിറ്റ് ഫോമുല. അപ്പോൾ ആ ഫോമുലയിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, മനഃപൂർവ്വം അല്ല, ഇത് വിഷ്ണുവിൻ്റെ സംഗീതം എങ്ങനെയാണ്, അപ്പം വ്യതിചലിച്ച് നടക്കുന്ന ഒരാളാണ് വിഷ്ണു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫോമുലയും പിന്തുടരാതെ തന്നെ ചെയ്ത പടത്തിലെ എല്ലാ പാട്ടുകളും വലിയ ഹിറ്റുകളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വയം ഒരു തിരിച്ചറിവ് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എന്താണ് വിഷ്ണുവിന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ മ്യൂസിക് ഉള്ളതാണ്. എൻ്റെ അച്ഛൻ മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയറായി. അച്ഛൻ്റെ പേര് വിജയൻ എന്നാണ്. അച്ഛന് കർണാട്ടിക് ഒക്കെ എന്നെ അച്ഛനാണ് ബേസിക്കലി വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ജനാസാനത്ത് പഠിച്ചതിൻ്റെയൊക്കെ അതാണ് മെയിനായിട്ടും എൻ്റെ മ്യൂസിക്കാലിറ്റി എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ മ്യൂസിക്കാലിറ്റിയാണ് എന്നിലൂടെ ഓടുന്ന സംഗീതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ കേട്ട പാട്ടുകളും ഒക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ അത് തന്നെ ആയിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. കേട്ട കുറെ പാട്ടുകളും ഇഷ്ടമുള്ളതും നമുക്ക് മനസ്സിന് സ്ട്രൈക്ക് ചെയ്യുന്ന ഫ്രേസുകളും, പിന്നെ നമ്മളെപ്പോഴും ഫ്ലൂട്ട് വായിക്കുമ്പോഴൊക്കെ കിട്ടുന്ന കുറച്ച് ഫ്രേസുകളും, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ്. പിന്നെ അതിന്റെ കഥയും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ഇങ്ങനെ പോകാം, ചിലപ്പം അത് അത്രയും ആ കഥ അത്രയും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അതൊന്നും സംഭവിക്കുന്നത്. ഇതിപ്പം നമ്മൾ ചുമ്മാ ഒരു മ്യൂസിക്കൽ പീസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചിലപ്പം ഇതുപോലത്തെ ഒരു പാട്ട് വരത്തില്ലായിരിക്കാം, ചിലപ്പോൾ ആരാധിക പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ട് വരത്തില്ല. അതിന് വേറെ എന്തെങ്കിലും ഈ ഫ്ലൂട്ടിൻ്റെതായ പരിപാടികളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള ട്യൂണൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അതാണ് ഞാൻ കേട്ട പാട്ടുകളും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും ഒക്കെയാണ് എൻ്റെ മ്യൂസിക്കാലിറ്റിയിലുള്ള സപ്പോർട്ട്. ഓക്കെ, ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ഒരു കമ്പോസറായി മാറുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ചിന്തിക്കുന്നത് അവരുടെ ഇൻസ്ട്രുമെൻറ്റിലൂടെയാണ്. ഇപ്പം ഔസേപ്പച്ചൻ സാറ് വയലിൻ കമ്പോസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് ലൈക്ക് ഫ്ലൂട്ട് ബീറ്റ് ആയിട്ടാണോ കമ്പോസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ മാക്സിമം ഫ്ലൂട്ട് പാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചില സമയത്തൊക്കെ ഈ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അത്ര കമാൻഡുള്ളൊരു സിംഗറല്ല. പാടാൻ അത്ര പാടും, പക്ഷേ എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ താല്പര്യം ഫ്ലൂട്ട് വായിക്കുന്നതാണ്. അപ്പൊ ഞാൻ മിക്കവാറും ഈ കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ട്യൂൺ ഫ്രേസ് ഒന്ന് ലോക്ക് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ ഫ്ലൂട്ടിലാണ് വായിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്തുകൂടി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ചുമ്മാ പാടിയെടുത്തേ ഉള്ളൂ. അപ്പം അതങ്ങനെ അങ്ങ് ലോക്കായാണ് ലാസ്റ്റ് പിന്നെ ഈ പാടിനകത്ത് ഫ്ലൂട്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. കഴിയുന്നത്ര ഞാൻ പാടി തന്നെയാണ് കമ്പോസ് ചെയ്യാൻ നോക്കുന്നത്. വായിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് ഇൻസ്ട്രുമെന്റൽ രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് ഒരുപാട് ഞാൻ പാടി തന്നെയാണ് എപ്പോഴും കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരാധികയ്ക്ക് അങ്ങനെ പാടി കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ പാടുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിലൂടെ പോകുന്ന ഫ്രെയിമിംഗ് ഒക്കെ എന്തായാലും ഒരു ഫ്ലൂട്ടിന്റെ ഫ്രെയിമിംഗ് ആയിരിക്കും. ഞാൻ ചോദിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തനിയെ മിഴികൾ അല്ലെങ്കിൽ ആരാധിക ഈ പാട്ടൊക്കെ ഫ്ലൂട്ടിൽ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ ഇമോഷൻസും അതിലുണ്ട്. ഒരു സിംഗറിന് അത് കേട്ട് കഴിഞ്ഞാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റ്. അല്ല, എനിക്കെപ്പോഴും അങ്ങനെയാണ്. എനിക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പാടുന്നതിനെക്കാട്ടി കൂടുതൽ എളുപ്പം അത് തന്നെയാണ്, വായിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അവനും സൂരജിനും മധുവന്തിക്കും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരേ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. അങ്ങനെ ആ പറഞ്ഞ രണ്ട് പേരുകളും എനിക്ക് വേറെ ചോദ്യത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ സൂരജ്, മധുവന്തി, ഒരു പാട്ട് മനസ്സിൽ വരുമ്പോൾ ഈ പാട്ട് ഈ സിംഗേഴ്സിനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പാട്ടിന്റെ കൂടെ സിംഗേഴ്സ് മനസ്സിലേക്ക് വരികയാണോ? അല്ല, ഇപ്പൊ ഞാൻ ചെയ്ത സിനിമകളിൽ ജോണിന്റെ കൂടെയാണ് 2 പടവും ചെയ്തത്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാർ ഇവര് തന്നെയാണ്. തനിയയിലാണെങ്കിലും സൂരജും മധുവും കൂടിയാണ് പാടിയിരിക്കുന്നത്, ഇതിലും അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല, ഇതിപ്പോ പറഞ്ഞില്ലേ, ഇതിപ്പം സൂരജ് ഇവരാരും നമ്മള് എപ്പോഴും ഞങ്ങൾ മിക്കവാറൊക്കെ ഒരുമിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാട്ട് ആലോചിക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സിംഗേഴ്സ് ഇവരായതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതാണ്.
അതാണ് അതിന്റെ രീതി. പിന്നെ സൂരജിനെ വിളിച്ച് ഞാൻ അതിന്റെ സൂരജിന് പാടാൻ പറ്റുന്ന കംഫർട്ടബിൾ റേഞ്ച് ചോദിക്കാറുണ്ട്, മധുവിന്റെ അടുത്തും ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് കുറച്ചുകൂടി നല്ലതാണ്. ഈ പഴയ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ സിംഗേഴ്സ് ഒരുപാടൊക്കെ സ്ട്രഗിൾ ചെയ്തൊക്കെ പാടാൻ പറ്റാതെയൊക്കെ പോയ അങ്ങനത്തെ ഒക്കെ അവസ്ഥകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും കുറച്ചുകൂടിയൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു നോക്കി അവരുടെയൊക്കെ ലിമിറ്റേഷൻസ് എന്താണ്, അവരുടെ സ്ട്രോങ്സ്റ്റ് പോയിന്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിംഗർ സെലക്ഷൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആൻ്റണി ദാസൻ എന്ന് പറഞ്ഞ സിംഗർ മലയാളത്തിലേക്ക് വന്ന വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. കാരണം ഫോക്ക് മാലി ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന സിംഗേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിംഗ് സെലക്ഷൻ്റെ കാരണം എന്തായിരുന്നു? ഇത് ഈ സന്തോഷ് നാരായൺ പോലെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ള കൊളാബറേഷനിൽ നിന്ന് വന്നതാണോ അതോ എങ്ങനെ? ആയിരിക്കാം കേട്ടോ. ഞാനത് വെച്ചാൽ ഞാൻ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇവര് പാടുന്ന രീതികളും ഇവര് എന്താണ് ആ ഒരു പാട്ടിനെ നമ്മൾ അതിന് മുന്നേ ഇപ്പം സന്തോഷിന്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യത്തെ ഒരു വർഷം കേട്ട് രണ്ടാമത് ഇവർ പാടി വരുമ്പോ ഇവർ ആ ടേക്ക് ഓഫ് ചെയ്യുന്നൊരു രീതികളൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. തന്നെയല്ല ഈ പറയുന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ജാക്സണും അതിന് ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വേറൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാനില്ല. അത്രയും അങ്ങനത്തെ ഒരു സിംഗറാണ് അദ്ദേഹം. ഒരുപാട് ഫോക്ക് പാട്ടുകളാണ് പാടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. അങ്ങനത്തെ ഒരു അമാനുഷികനായ ഒരു ഗായകനാണ് അദ്ദേഹം. അയാളുടെ കൂടെ ഇനി ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യമാണ്. ഈ സൗത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു തോന്നൽ, നമ്മൾ പള്ളിപ്പെരുന്നാളിലെ പാട്ട് ഗബ്രിയേലിൻ്റെ പാട്ടിൽ ഒരു ലൈവ് ബാൻഡാണ് യൂസ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജിഗർ ദണ്ഡയിൽ അതുപോലെ സന്തോഷ് നാരായൺ സെൽവ ബാൻഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തോട്ട് അങ്ങനെ പോയതാണോ? ശരിയാണ്. ഞാൻ ആക്ച്വലി ആ പാട്ട് കേട്ടപ്പോൾ അതിന്റെ സൗണ്ട് ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതൊരു ഒരു പാർട്ടി സോങ് ആണ്. അപ്പം അതിന് ഭയങ്കര റോ ആയിട്ടുള്ളൊരു സാധനം കേട്ടിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയാണ് അത് ചെയ്തതെന്നൊക്കെ കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഗപ്പിയിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ആ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു നാഗർകോവിൽ ബോർഡറിലൊക്കെയാണ്, തിരുവനന്തപുരം നാഗർകോവിൽ ബോർഡറിലാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത്. കുറച്ച് അവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ, ആ സിനിമയുടെ ലൈഫ് സ്റ്റൈലും കുറച്ചൊരു തമിഴ് കൾച്ചർ ഉള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പം എന്തുകൊണ്ട് ആന്റണി അണ്ണനെ കൊണ്ട് പാടിച്ചുകൂടാ, അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് ആന്റണി ദാസിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ബാൻഡ് സെറ്റിലെ ആൾക്കാരെ തന്നെ വിളിച്ചു. അതിന്റെ ഈ ഹോൺ സെക്ഷൻസ് എല്ലാം അവരെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തു. ബാക്കി ഈ പെർക്കഷൻസ് ആണ് എപ്പോഴും നമുക്കൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ഈ മെട്രോണോമിനും ഒക്കെ സിങ്ക് ചെയ്ത് പോകണം. സിൻസ് അതൊരു സിനിമയുടെ ആവശ്യത്തിനായതുകൊണ്ട് അത് പിന്നെയും ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിക്കിനുണ്ടെങ്കിൽ തന്നെ ഉപയോഗം കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് അത് മാത്രം ഞാൻ ഈ പറയുന്ന പോലെ പ്രോപ്പർ സെഷൻ മ്യൂസിഷ്യനെ വിളിച്ച് അതിന്റെ ഈ പെർക്കഷൻസ് റെക്കോർഡ് ചെയ്തു. ബാക്കിയെല്ലാം പ്യുവർ പള്ളിപ്പെരുന്നാൾ ആർട്ടിസ്റ്റുകളെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ആക്ച്വലി ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ നടുവിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണോ റെക്കോർഡ് ചെയ്തത് ആ ഒരു സെഷൻ സെഗ്മെന്റ്? സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. കുറച്ച് രസമായിരുന്നു അതിന്റെ ഒരു വർക്കിംഗ് സമയം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് റെക്കോർഡ് ചെയ്യുകയും പിന്നെ നമ്മൾ ആ ഒരു ലൈവ് സൗണ്ടുമായിട്ട് മാച്ച് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കുറച്ച് അതിനൊരുപാട് നമ്മുടെ റെക്കോർഡിങ് എഞ്ചിനീയേഴ്സും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ഒരുപാട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയൊരു ന്യൂസ് ആയിരുന്നു കബാലി സന്തോഷ് നാരായണൻ ചെയ്യുന്നു എന്നുള്ളത്. അതിലെ പാട്ടുകൾ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയതാണ് സത്യം പറഞ്ഞാൽ. വാനം പാത്തെ മായനദി, അതിൽ വിഷ്ണുവിൻ്റെ പേരൂടെ കണ്ടപ്പോൾ അത് എൻ്റെ സന്തോഷം ഇരട്ടിച്ചു. ആ ഒരു വിറ്റൊന്ന് വായിക്കുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓക്കെ.
ഇത് ആദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഹൃദയം പുറത്തു വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായ മ്യൂസിക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെ അതെ, ഒരു ഭാഗ്യമാണല്ലേ ഈ ഷോൺ റോൾഡൻ, പ്രദീപ് കുമാർ, സന്തോഷ് നാരായൺ, ഇങ്ങനെ സമകാലികരായ ഒരേ ഏജ് ഗ്രൂപ്പാണെന്ന് തോന്നില്ല അവരൊക്കെ ഏകദേശം. അതെ അതെ, സന്തോഷം മാത്രമാണ് കുറച്ച് ഞങ്ങളെക്കാട്ടിയും കുറച്ചുകൂടി മൂത്തത്. ബാക്കി എല്ലാവരും സെയിം ഏജ് ഗ്രൂപ്പാണ്. പിന്നെ വീട്ടിലും എല്ലാവരും പറയും സംഗീത കുടുംബം എന്നൊക്കെ പറയും, പക്ഷേ ഇതിപ്പോൾ ലിറ്ററലി സംഗീത കുടുംബം തന്നെയാണ്. അച്ഛൻ സംഗീത കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ച് കയറിയതും ഇതേപോലെ കേരളത്തിലെ തന്നെ വലിയൊരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലേക്കാണ്. അപ്പം ജീവിതത്തിൽ വീട്ടിലും എപ്പോഴും സംഗീതമായിരിക്കും അല്ലേ? അതെ അതെ, എപ്പോഴും നല്ല രസമാണ്. മനസ്സിലാവും ഇതിന്റെ കോൺവെർസേഷൻസ് ഒന്നും ഒരിക്കലും മ്യൂസിക്കിനെ പറ്റിയുള്ളതായിരിക്കില്ല, പക്ഷെ രസമാണ്. ചുമ്മാ എല്ലാവരും ഓരോരുത്തരും അതുമൊക്കെ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവള് ചുമ്മാ കാഷ്വലായിട്ട് പാടുന്ന ഫ്രേസുകളൊക്കെ, അതൊക്കെ ഒരു രസമാണല്ലോ. നമ്മുടെ മ്യൂസിക് അറിയാവുന്ന ആളെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുക, അതുപോലെ നമ്മളുടെ മ്യൂസിക്കിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ആള്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് വരുമ്പോഴേക്കും എന്തെങ്കിലും വേറെ വഴികളിൽ കൂടിയൊക്കെ കയറി പോവുക, അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിക്കുമ്പോഴൊക്കെയാണ് എന്തെങ്കിലും അതിൻ്റെതായ എറേഴ്സ് ഒക്കെ കണ്ട് മനസ്സിലാക്കി പറഞ്ഞുതരാൻ പറ്റുന്നൊരു പങ്കാളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ വിഷ്ണു, ഇത്രയും നേരം M4 TVക്ക് വേണ്ടി ചിലവഴിച്ചതിന് വളരെ നന്ദി. ഇതേപോലെയുള്ള സോൾഫുൾ ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഇനിയും കമ്പോസ് ചെയ്യുക, ഞങ്ങളുടെ എല്ലാവരെയും ഇതേപോലെ ഇനിയും സന്തോഷിപ്പിക്കുക. കുറച്ച് സ്വാർത്ഥമായ ആഗ്രഹമാണ്, ഇതേപോലെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടട്ടെ. ഞങ്ങളുടെ എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളുടെ പേരിലും താങ്ക് യു. അതെ, ഒരുപാട് സന്തോഷം എന്തായാലും സംസാരിക്കാൻ പറ്റിയതിലും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ പരിപാടിയിൽ എന്നെ ഒരു ഭാഗമാക്കിയതിൽ ഒരുപാട് സന്തോഷം. പ്ലഷർ. താങ്ക് യു വിഷ്ണു.